കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പൊയിലങ്ങാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു കരിങ്കൽ കോറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി വരികയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മനുഷ്യ ശങ്ങല ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ ഈ കരിങ്കൽ കോറി ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? 100% നിയമങ്ങൾ കാട്ടിപ്പുറത്തിക്കൊണ്ടാണ് ഈ കിഴക്കണ്ടപ്പാറ പൊയിലങ്ങാടി കോറി പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ എത്രയോ മുമ്പ് തന്നെ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏകദേശം 10, 80, 90 കുടുംബങ്ങൾ തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് ഈ കോറിയുമായി ബന്ധപ്പെട്ടുള്ളത്. മാത്രമല്ല വലിയ 4 കുടിവെള്ള പദ്ധതികൾ ഈ മേഖലയിൽ ഇതിന് ചുറ്റും ഈ സറൗണ്ടിങ് ഏരിയയിൽ തന്നെ 4 വലിയ കുടിവെള്ള പദ്ധതികളുണ്ട്, വലിയ ടാങ്കുകളുണ്ട്. മാത്രം ഏറ്റവും ഞങ്ങൾ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ട കുടിവെള്ളം മാത്രമല്ല, ഒരു കോറി പ്രവർത്തിക്കുമ്പം അനിയന്ത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു കോറിയാണ് എന്നുള്ളത് അധികാരികൾക്കും അറിയാം. പക്ഷേ ഈ കോറിയിലേക്ക് പോകേണ്ട റോഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പോലും നിങ്ങൾക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ അറിയാം. ആ കോറി വരെ 3 മീറ്റർ പോലും റോഡില്ല. ഇപ്പോൾ ഈ കോറിയുടെ പരിസരത്ത് ഫുള്ള് വീടുകളാണ്. 80ഓളം വീടുകൾ ഇതിന് ചുറ്റുപാട് ഉണ്ട്. അതിൽ 40 വീടുകൾക്ക് നിലവിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 100 മീറ്ററിനുള്ളിലാണ് 3 കുടിവെള്ള ടാങ്കുകൾ കിടക്കുന്നത്. അതിൽ ഒന്നിൽ നിലവിൽ ഇപ്പോൾ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അധികാരികൾ ഇവിടെ വന്ന് നോക്കുക, ഇൻസ്പെക്ട് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല? അല്ല, വന്നിട്ടുണ്ട്, ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഉപരോധ സമരം അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അധികാരികൾക്ക് അതിൻ്റെ പ്രാഥമിക നടപടിക്രമം പ്രകാരം വില്ലേജ് ഓഫീസ് മുതൽ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് ഇങ്ങനെ തുടങ്ങിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ പരാതി നൽകേണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇന്നത്തെ ഒരു സൂചന സമരം മാത്രമാണ്. സൂചന സമരം എന്ന് പറയാൻ കഴിയില്ല. മുമ്പോട്ട് ശക്തമായ സമരം ഉണ്ടാവും. കാരണം ഇതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ജനങ്ങൾക്ക് പ്രയാസമുള്ള പ്രദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില പ്രതിഷേധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൽ പല ആൾക്കാരും കള്ളക്കേസ് നിലവിൽ പോലീസിൻ്റെ കയ്യിലിൻ്റെ കോടതി കേസുണ്ട്, ജാമ്യമെടുത്താണ്. ഇനിയും ഞങ്ങൾ പ്രയാസങ്ങൾ ഈ നാട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതിനുവേണ്ട ഒരു പ്രതിഷേധം എന്തായാലും മുമ്പോട്ട് തുടർന്നുണ്ടാവും. ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായ സാഹചര്യത്തിലാണ് പൊയിലങ്ങാടിക്കാർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. പൂർണ്ണമായും നിയമം പാലിച്ചുകൊണ്ട് കോറി പ്രവർത്തിപ്പിക്കുക, ജനങ്ങളുടെ ജീവിതം സാധാരണഗതിയിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ മുഷ്താഖിനൊപ്പം ഫൈസൽ ബാല, മീഡിയ 1 കോഴിക്കോട്.